ഗൈസ്, ഇന്ന് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. ട്രേഡിങ്ങിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയും. റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സൈസിങ്. നിയർലി ട്രേഡിംഗ് ഈസ് ഓൾ അബൌട്ട് 80% സൈക്കോളജി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, 20% ഉള്ളൂ സ്ട്രാറ്റജീസ്. അപ്പം 80%ൻ്റെ കണ്ടൻറ്റാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു മാനേജ് അവർ റിസ്ക് പ്രോപ്പർലി. നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ നമ്മൾ എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി 2 തിങ്സ് ആണ് ഹാപ്പൻ ചെയ്യുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രോഫിറ്റ് കിട്ടും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ലോസ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ലോസ് ആകും. ഓക്കെ, സോ ട്രേഡിങ് ഞാൻ പറഞ്ഞ പോലെ 80%ഉം സൈക്കോളജി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ആണ്. 20% മാത്രമുള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. സോ ഇഫ് ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ്സോ ലോസോ ആകുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് ലോസും എന്തായാലും ഫണ്ടമെൻ്റൽ പാർട്ടാണ് നമ്മൾ ട്രേഡിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഈ രണ്ട് ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്ത ഹെഡ്സ് ആൻഡ് ടെയിൽസ് വരുന്ന പോലെ ട്രേഡിങ്ങിൽ ഇതേ കിട്ടുള്ളൂ നിങ്ങൾക്ക്. പ്രോഫിറ്റ്സ് ലോസ് ഇതല്ലാതെ മൂന്നാമത്തെ സംഭവമില്ല. അത് ഐ മീൻ ബ്രേക്ക് ഈവൻ ഉണ്ട്. മെയിൻലി ഇത് തന്നെയാണ്, പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസ്. സോ ആസ് എ ട്രേഡർ, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ്സിനെ ലെറ്റ് യുവർ പ്രോഫിറ്റ്സ് റൺ ആൻഡ് കട്ട് ഷോർട്ട് യുവർ ലോസസ് എപ്പോഴും നമ്മൾ ലിമിറ്റ് റിസ്ക് ആപ്റ്റിറ്റൈറ്റിൻ്റെ ഉള്ളിലാക്കുക. വേറെ പ്രോഫിറ്റ്സിൽ നമ്മൾ കൂട്ടാൻ വേണ്ടി നോക്കാം. സോ നമ്മൾ ഒരു ട്രേഡേഴ്സിൻ്റെ ഒരു ക്വാഡ്രൻ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രേഡിങ്ങിൽ നമ്മളൊരു ക്വാഡ്രൻ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ബിഗ് ലോസ്, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ബിഗ് പ്രോഫിറ്റ്സ്, സ്മോൾ ലോസ്, സ്മോൾ പ്രോഫിറ്റ്സ്. ഓക്കെ, സോ ഒരു സക്സസ്ഫുൾ ട്രേഡറിന് എങ്ങനെ ആയിരിക്കണം? ഓൾവേസ് വി ഷുഡ് ഗെറ്റ് സ്മോൾ ലോസ് ആൻഡ് ബിഗ് പ്രോഫിറ്റ്സ്. എന്നാലുള്ളൂ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് സബ്സ്റ്റാൻഷ്യലി വളരെ മീൻസ് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുക. ഫോർ എക്സാമ്പിൾ അതർ കേസസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കേസസിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബിഗ് ലോസും സ്മോൾ പ്രോഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിലോ വളരെ പെട്ടെന്ന് നിങ്ങളെ ട്രേഡിംഗ് അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആയി പോകും. ബിഗ് പ്രോഫിറ്റ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബിഗ് ലോസ്, സ്മോൾ പ്രോഫിറ്റ്സ്, സ്മോൾ ലോസ് ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് കട്ട് ഷോർട്ട് ആവും. സോ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഈ കണ്ടീഷനിൽ, അതായത് ബിഗ് പ്രോഫിറ്റ്സ് ആൻഡ് സ്മോൾ ലോസ്, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ എത്താമെന്നുള്ളതിലാണ് റിസ്ക് മാനേജ്മെൻറ്റ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് 1 lakh ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം റിസ്ക് ഒരു ട്രേഡിൽ നിങ്ങൾ എടുക്കുന്നത് 2% ആണ്. സോ 1 lakhൻ്റെ 2% എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 2000. ഓക്കെ, ഫോർ ഈച്ച് ട്രേഡ് യു വിൽ ഒൺലി ലൂസ് 2000. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ട്രേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും? 2K വെച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രേഡ്സും നിങ്ങൾക്ക് ലോസ് ആയി. അങ്ങനെയാണെങ്കിൽ 50 ട്രേഡ്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് പൊസിഷൻ സൈസിങ്. സോ ഒരു പൊസിഷൻ സൈസിങ് സ്റ്റോക്ക് മാർക്കറ്റിൽ അറിയാതെ നിങ്ങൾ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ലോസിൽ നിന്ന് ലോസിലോട്ട് പോവുകയുള്ളൂ. ആ ബ്രേക്ക് ഇവൻ എത്താനോ അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് ഗ്രോ ചെയ്യാനോ പറ്റില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ് പൊസിഷൻ സൈസിങ്. ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു സ്റ്റോക്ക് എ നിങ്ങൾ വാങ്ങുകയാണ്. സോ നിങ്ങൾ 1000 റുപ്പീസിന് വാങ്ങും. അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് 1100 ആകുമ്പോൾ നിങ്ങളത് സെല് ചെയ്യും. വേറാസ് അത് ഒരു 50 റുപ്പീസാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയി നിങ്ങൾ വെച്ചേക്കുന്നത്. അതും 1000 നിന്ന് 50 കുറയാണെന്നുണ്ടെങ്കിൽ 950 ആകുമ്പോൾ നിങ്ങളത് വിൽക്കുകയും ചെയ്യും. സോ നിങ്ങളെ റിസ്ക് ടു റിവാർഡ് 1:2 ആണ്. 1 ലോസ് ടു 2, അതായത് 50 റുപ്പീസ് നിങ്ങൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റീസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ മാക്സിമം റിസ്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് 2000 ആണ്. ഞാൻ പറഞ്ഞ പോലെ 2% ഓഫ് ദി ക്യാപിറ്റൽ മാത്രമാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് 50 പോയിൻറ്റ്സ് ആണ്. 50 പോയിൻറ്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. സോ മാക്സിമം ഒരു ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാൻ പറ്റുക 2000 ഡിവൈഡഡ് ബൈ 50, അതായത് 40 ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. 40 ക്വാണ്ടിറ്റീസ് അങ്ങനെയെങ്കിൽ 50 മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. എന്നാലുള്ളൂ നമ്മളെ റിസ്ക് ആപ്റ്റിറ്റൈറ്റിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാകുക.
സോ ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ ഇപ്പം 2 സിനാരിയോസ് ആണ്. നിങ്ങൾ വാങ്ങിയാൽ 40 ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിച്ചു. സോ 40 × 1000 40,000 ആയിരിക്കും നമ്മളെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റ്സ് ആയേക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ അത് പ്രോഫിറ്റ്സ് ആയി, 40 ഷെയർസ് നിങ്ങൾക്ക് വാങ്ങിച്ചത് 1100 നിങ്ങളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 40 × 1100 44,000 ആവും. വെറാസ് അത് ലോസായി 40 × 50 റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മളെ ലോസ് വരുന്നത്. 40 × 50 അതായത് 2000 റുപ്പീസ്, 2%. വെറാസ് പ്രോഫിറ്റ്സ് അപ്പോൾ നമുക്ക് എത്രയാകും? 4000 ആവും. ലോസ് എന്തായിരിക്കും? 2000 മാത്രമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അടുത്ത ട്രേഡും ഇതേപോലെ നിങ്ങൾ എടുത്തു, സക്സസ് ആയി, 4000 പ്രോഫിറ്റ്സ് ആവും. ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും? 2000 ആയിരിക്കും നിങ്ങളെ ലോസ്. സോ ഇങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു 10 ട്രേഡ്സ് നിങ്ങൾ എടുത്തു. 10 ട്രേഡ്സ് നിങ്ങൾ എടുത്തപ്പം നിങ്ങൾക്ക് അതിൽ വന്നതിൽ 6 പ്രോഫിറ്റ്സ് ആണ്, 6 പ്രോഫിറ്റ്സ് ആണ്. വെറസ് 4 മാത്രമേ ഉള്ളൂ ലോസ് ആയിട്ടുണ്ടാകുക. അപ്പോൾ ഈ 4 ഞാൻ സെയിം ഇതാണ് കേട്ടോ, ലെവലാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 6 4000 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,000 നിങ്ങൾ ക്യാപിറ്റൽ കയറും. ഓക്കെ, വിത്തൗട്ട് ഡിഡക്റ്റിംഗ് യുവർ ടാക്സ് ആൻഡ് അതർ എക്സ്പെൻസസ്. ഓക്കെ, ട്രേഡിംഗ് എക്സ്പെൻസസ് ഉണ്ടാവും. വെറാസ് അത് 4 നമുക്ക് ലോസായി. 4 ലോസ് ആകുമ്പോൾ ഒരു ട്രേഡ് നമ്മൾ 2K വെച്ച് മാത്രമേ ലോസ് ആക്കുള്ളൂ. അങ്ങനെ 4 × 2 8,000. സോ 24 - 8,000, സ്റ്റിൽ യുവർ P&L വിൽ ബി അപ്പ് ബൈ 16,000. ഓക്കെ, വെറസ് ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇനി 10 ട്രേഡ്സിൽ 5 ട്രേഡ്സ് നിങ്ങൾ വിൻ ചെയ്തു, 5 ട്രേഡ്സ് ലൂസ് ചെയ്തു. ഓക്കെ, 5 × 4 20,000 നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാവും. ലോസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ് ഉണ്ടാവും? 10,000. 5 × 2K വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 10,000. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 - 10,000 നിങ്ങളെ പ്രോഫിറ്റ് P&L വിൽ ബി അപ്പ്. ഇനി ഏറ്റവും വേസ്റ്റ് സിനാരിയോസ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ പ്രോഫിറ്റ്സ് ഇല്ല, എല്ലാ ട്രേഡ്സും ലോസായി. സോ മാക്സിമം ലോസ് എത്രയാണ്? 2000 × 10 20,000. ഓക്കെ, ക്യാപിറ്റലിൻ്റെ 20% പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര വട്ടം ട്രേഡ് ചെയ്യാം? 50 ടൈംസ് ട്രേഡ് ചെയ്യാം. സോ ഇനി അടുത്ത എക്സാമ്പിൾ, ഇനി നമ്മൾ ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന കേസാണെന്ന് വിചാരിച്ചു. 1 lakh റുപ്പീസ് ഉണ്ട്. 1 lakh റുപ്പീസിന് ഫുള്ളും ഷെയർസ് വാങ്ങിച്ചു. ഷെയർസ് വാങ്ങിക്കുകയാണെങ്കിൽ 1000 റുപ്പീസിൻ്റെ ഷെയർസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഷെയർസ് വാങ്ങിച്ചു. ഓക്കെ, 100 ഷെയർസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആയിരിക്കും? 100 × 100 റുപ്പീസ്, അതായത് 10,000 പ്രോഫിറ്റ്സും ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ വിത്തൗട്ട് റിസ്ക് മാനേജ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു 50 100 150 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ലോസ് എത്രയായിരിക്കും? ഒന്നില്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 15,000. സോ ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു റിസ്ക് മാനേജ്മെൻ്റ് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2% വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് എത്ര? 50 ടൈംസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കളിക്കാം. വേറാസ് ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിത്തൗട്ട് റിസ്ക് മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റേഷ്യോസ് നോക്കും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ 5,000 ആണ് നിങ്ങൾ എവറി ട്രേഡ് ലൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് 20 ട്രേഡ്സോ അല്ലെങ്കിൽ 10,000 വെച്ച് നിങ്ങൾ ഒരു ട്രേഡിൽ ലൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 10% നിങ്ങൾ ക്യാപിറ്റൽ ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ട്രേഡോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ ഡിഫറൻസ് കണ്ടില്ലേ? ഒരു റിസ്ക് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് ഒരു സ്റ്റോപ്പ് ലോസും റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മേജർ ഹേർട്ട് ആൻഡ് സോൾ ആണ് ഈ സംഭവം. ഇത് ഫോളോ ചെയ്താൽ തന്നെ ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, ഇന്നത്തെ ക്ലാസ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർലി എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാം ഇതിനെക്കുറിച്ച്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.